ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആയാലോ? എന്താണെന്നല്ലേ, പൊറോട്ട ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പൊറോട്ടയുടെ പിന്നിലെ ഒരു കുഞ്ഞു കഥ. കേരളീയരുടെ ഒരു വികാരമാണല്ലോ നമ്മുടെ ഈ പൊറോട്ട. ആ കൂട്ടത്തിൽ ഞാനുമുണ്ടേ. കുട്ടിക്കാലത്ത് പപ്പ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ കയ്യിലൊരു പൊതിയും നോക്കിയായിരിക്കും എൻ്റെ കാത്തിരിപ്പ്. അത് മിക്കപ്പോഴും പൊറോട്ടയ്ക്കും ചിക്കൻ ഫ്രൈക്കും വേണ്ടിയാണ്. ഞാൻ പലപ്പോഴും കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു പൊതിയാണ്. ഞാൻ പറയൊന്നും വേണ്ട, എൻ്റെ മനസ്സറിഞ്ഞ് പപ്പ മേടിച്ചു കൊണ്ട് വരാറുണ്ട്. ആ മനസ്സിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും എനിക്കൊരു വിഷമം കൂടിയുണ്ട് കേട്ടോ. എനിക്ക് ഒരു വില്ലനുണ്ട്, ഫുഡ് അലർജി. എനിക്ക് ഈ ആട്ട മൈദ ഒന്നും കഴിക്കാൻ പാടില്ല. എങ്കിലും ഞാൻ ഒന്നൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. കൊതി വരുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റുമോ? അത് നമ്മുടെ പൊറോട്ട. അങ്ങനെ ഞാൻ തന്നെ ഒന്ന് പരീക്ഷിച്ച് കളയാമെന്ന് കരുതി. ആ പരീക്ഷണമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും എളുപ്പത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. വീശയോ അടിക്കുകയോ ഒന്നും ചെയ്യാതെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം. ഞാനങ്ങനെ പെട്ടെന്ന് റെസിപ്പി പറഞ്ഞുതരാം. മൈദാമാവ്, ഉപ്പ്, ഷുഗർ, ഒരു എഗ്ഗ്, പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് ചപ്പാത്തിയേക്കാൾ കുറച്ച് ലൂസായിട്ട് നനയ്ക്കുക. അതിനെ ഒരു 2 മണിക്കൂർ ഓയിൽ സ്പ്രെഡ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു 2-3 മണിക്കൂർ, ക്ഷമയുള്ളവർക്ക് 2-3 മണിക്കൂർ വയ്ക്കുക കേട്ടോ. റെസ്റ്റ് ചെയ്ത മാവിനെ വീണ്ടും നമ്മൾ ചെറിയ ബോളുകളാക്കി ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെക്കുക. എനിക്കിവിടെ 8 ബോൾ കിട്ടി. അപ്പോൾ എനിക്ക് 8 പൊറോട്ട ഉണ്ടാക്കാം. അതിനുശേഷം ഈ ബോളിനെ നമ്മൾ കിച്ചൺ ടോപ്പിലോ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കും പോലെ ഒരു വലിയ പാത്രത്തിലോ അടിക്കുകയോ വീശുകയോ ഒന്നും ചെയ്യാതെ നല്ലപോലെ സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം അതിന് പൊക്കിയെടുത്ത് റോസാപ്പൂ ചുറ്റും പോലെ ചുറ്റിയെടുക്കുക. എന്നിട്ട് ചപ്പാത്തി പരത്തും പോലെ പരത്തി ഒരു പാനിലിട്ട് നല്ലപോലെ മുരിച്ചെടുക്കുക മീൻസ് ബ്രൗൺ കളറിലാക്കി എടുക്കുക. ഒരു 7-8 എണ്ണം ആകുമ്പോൾ അതിനെ അറഞ്ചം ഇടിച്ച് പരിപ്പിളക്കി എടുക്കുമ്പോൾ നമ്മുടെ കേരളീയരുടെ പൊറോട്ട റെഡി. ഇനി അതിൻ്റെ കൂടെ കഴിക്കാൻ ചിക്കനോ ബീഫോ ഒക്കെയാണ് വേണ്ടത്. തൽക്കാലം അതില്ലാത്തത് കൊണ്ട് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. മുട്ടക്കറി ഉണ്ടാക്കാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇതെല്ലാം അറഞ്ചം വെട്ടി മുറിച്ചിട്ട് ഇതുപോലെ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴന്ന് വരുമ്പോൾ അതിലേക്ക് മസാലകൾ ചേർക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കുക. അതായത് പച്ചമണം മാറണം, ഇല്ലെങ്കിൽ കറിക്ക് ഒരു ടേസ്റ്റും കാണില്ല. അതിനുശേഷം തക്കാളി അരിഞ്ഞിടുക. എനിക്ക് ഈ മുട്ടക്കറിയിൽ തക്കാളി ഭയങ്കര ഇഷ്ടമാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അതിനുശേഷം ഇതൊന്ന് വാടിക്കിട്ടും വരെ നമ്മൾ നല്ലപോലെ വഴറ്റുക. നമുക്ക് ഫ്ലേവർ തരുന്ന മറ്റൊരു ഐറ്റമാണ് കുരുമുളക്, ഗരം മസാല ഇവയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കുറച്ചൊന്ന് വേവിക്കുക. അതിനുശേഷം നമുക്ക് പൊറോട്ടയ്ക്ക് ഗ്രേവി ഉണ്ടെങ്കിലല്ലേ കൊള്ളാവും. അതുകൊണ്ട് കുറച്ച് വെള്ളം, അത് നല്ല ഗ്രേവി പരുവാവുന്ന രീതിയിൽ ഒന്ന് വെച്ചിട്ട് ഇതിനെ തിളപ്പിക്കുക. അതിനുശേഷം നമ്മളിവിടെ 3 പേരായതുകൊണ്ട് ഞാനിവിടെ 3 മുട്ടയെ എടുത്തിട്ടുള്ളൂ. ഇഷ്ടമുള്ള അത്രയും മുട്ടയും നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ഞാനിവിടെ 3 പേരായതുകൊണ്ട് 3 മുട്ട ഉപയോഗിക്കുന്നുള്ളൂ. അതിനുശേഷം കുരുമുളകും ഗരം മസാലയും മല്ലിച്ചപ്പും ഇട്ട് ഒന്ന് അടച്ച് വെച്ചൊരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിക്കുക. ആഹാ, എന്താ മണം! ഇത് ഉണ്ടാക്കിയ ഉടനെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. ഇനി എന്താ നമ്മുടെ അടുത്ത ഉന്നം? കഴിക്കുക തന്നെയല്ലേ. ഒരു പ്ലേറ്റ് എടുക്കുക, സെർവ് ചെയ്യാം. ഇഷ്ടമുള്ളത്ര പൊറോട്ട എടുക്കുക. മുട്ട ഒന്നേ ഉള്ളൂ കേട്ടോ. ചൂട് കട്ടനും കൂടിയാണെങ്കിൽ ആഹാ, പൊളിയല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.